ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നല്ല കിട്ടുലം വിശേഷം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. ആരും ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയും അജിത്തിനെയും ജോജുവിനെയാണ്. അപ്പം അലഞ്ഞ് തിരിഞ്ഞ് പലയിടത്തും ശങ്കറിനെ അന്വേഷിച്ചു. പക്ഷേ എങ്കിൽ ആ ശങ്കറിനെ കണ്ടെത്താനായില്ല. ആകെ നിരാശയിലും സങ്കടത്തിലും ഇങ്ങനെ ഇവർ 3 പേര് നിൽക്കുകയാണ്. അപ്പോൾ ഗൗരിയുടെ ആ നിപ്പൊക്കെ കാണുമ്പോഴത്തേനും ഇവർക്ക് ആകെ സങ്കടമാണ് കേട്ടോ. എന്ത് ചെയ്യാനാ ഏട്ടത്തിയമ്മേ, ശങ്കർ ബായിനെ നമ്മളിനി എവിടെ പോയി കണ്ടെത്താനാ ഏട്ടത്തിയമ്മേ? എനിക്കറിയില്ല. എടാ അജിത്തെ, നീ എന്ത് വർത്തമാനം ഈ പറയണത്? ഏതേ, നീ അങ്ങനെ പറയുന്നത് ഏട്ടത്തി അമ്മയ്ക്ക് വിഷമാവില്ലേടാ? ഏതേ, സോറി കേട്ടോ, ഞാൻ അറിയാണ്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ ഞാനിങ്ങനെയാ, വെറുതെ എല്ലാ കാര്യത്തിലും കഷ്ടപ്പെടാനുള്ള മനസ്സില്ല. ഇത്തിരി അലഞ്ഞു കഴിയുമ്പോഴേക്കും ഞാനതിനെ ആകെ നെഗറ്റീവ് അടിച്ചിരിക്കും. നമ്മുടെ ശങ്കർ ബായി ഉണ്ടല്ലോ, അതുപോലെ ജോജുവും, ഇവർ 2 പേരും പോസിറ്റീവായിട്ടോ. എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതും എന്നെ എന്താ പറയുക അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നതും ഒക്കെ ഇവർ തന്നെയാ. കേട്ടോ ഏട്ടത്തിയമ്മേ, ഞാൻ അങ്ങനെ ആയിപ്പോയി. ഇവൻ പറഞ്ഞത് കറക്റ്റ് കാര്യമാട്ടോ. പക്ഷേ ഉണ്ടല്ലോ ഏട്ടത്തി അമ്മ, നോക്കിക്കോ, നമ്മൾ എന്താണെങ്കിലും നമ്മൾ ശങ്കർ ബായിനെ കണ്ടെത്തിയിരിക്കും, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് ദേണ്ട അവിടെ നിന്ന് ഒരു ലൈറ്റിൻ്റെ വെട്ടം കാണുന്നത് കേട്ടോ. അപ്പോഴേക്കും ഇവരാകെ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ദേ എടാ ജോജു, നീ അങ്ങോട്ടേക്കൊന്ന് നോക്കിയടാ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മഹാദേവൻ സാറിൻ്റെ ടീമല്ലേ ഇതേ വരുന്നത്? ശരിയാണല്ലോ, അത് ശേഖരേട്ടൻ്റെ ടീംസാ. അവർ അത് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? അതെ, 100% ഉറപ്പ്. എങ്കിൽ അവരെന്നെ അന്വേഷിച്ച് വന്നത് തന്നെയാ. എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. വേഗം വണ്ടി എടുക്കുക ജിത്തെ എന്ന് പറഞ്ഞ് ഇവർ 2 പേരും 3 പേരൂടെ ചേർന്ന് വേഗം വണ്ടി എടുത്ത് അവിടെ നിന്ന് വേഗം സ്കൂട്ടാകുകയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകണം. പിന്നെ കാണുന്നത് മഹാദേവനെയും അതുപോലെ തന്നെ രാധേനെയും ശേഖരനെയാണ്. നമ്മുടെ ആൾക്കാരെ ഈ ലോകം മുഴുവൻ തെരഞ്ഞിട്ടും അവളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല അല്ലേടാ ശേഖര എന്ന് ചോദിച്ചു. അവൾ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ അച്ഛാ. പക്ഷേ അവളെ എവിടെ വെച്ച് കണ്ടാലും അവളെ അവിടെ വെച്ച് കാച്ചിക്കളയാനായിട്ട് നമ്മുടെ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛാ. വിഷമിക്കണ്ട, കാച്ചിക്കളയുന്നതൊക്കെ ശരിയാ, പക്ഷേ ആക്സിഡൻ്റാന്ന് തോന്നണം കേട്ടോ. അങ്ങനെ വേണം നമ്മളെ തീർക്കാൻ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അതെ, അവരോടത് പ്രത്യേകം നീ വിളിച്ചു പറഞ്ഞേക്കണം. ശരി എന്ന് പറഞ്ഞു. ഗാർഹിക പീഡനത്തിന് അവൾ നമ്മൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞതാ. ഇനി അവൾ ആ വഴിക്കെങ്ങാനും നീങ്ങിയോ ആവോ? എടി രാധേ, നീ എന്ത് വർത്തമാനം ഈ പറയുന്നത്? ഈ നേരം വരെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും അവൾ ചെന്ന് പരാതി കൊടുത്തതായിട്ട് അറിവില്ല. അത് കൊടുത്തിട്ടുമില്ല. അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ അവൾ പരാതിയായിട്ട് ചെന്നാൽ ആ നിമിഷം ആ സ്പോട്ടിൽ നമ്മളത് അറിഞ്ഞിരിക്കും. പോലീസിന് പരാതി കൊടുത്തില്ല എങ്കിൽ പിന്നെ എന്തായിരിക്കും? നമ്മൾ അവളോട് ചെയ്തതൊക്കെ അവളുടെ വീട്ടുകാരെ അറിയിക്കാതിരിക്കുമോ? ഇനിയിപ്പം അതും ശരിയാ. ആ പ്രൊഫസർ ഒന്ന് അറിഞ്ഞാൽ അയാൾ അടങ്ങിയിരിക്കില്ല, അതുറപ്പാ. അവളുടെ ഉദ്ദേശം എന്തുട്ടിനാ അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയത്? ഒരു പിടുത്തവും കിട്ടണില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഈശ്വര? എല്ലാത്തിനും കാരണം നീ ഒരുത്തരാ എന്ന് പറഞ്ഞു ശേഖരനോട്. നിന്റെ പിടിപ്പുകേട് കൊണ്ടല്ലേ അവൾ രക്ഷപ്പെട്ടു പോയത്. നിങ്ങൾ എന്തിനാ അവളെ കുറ്റം പറയുന്നത്? രാധേ, നീ മിണ്ടരുത് കേട്ടോ. നിന്നെ എനിക്കറിയാം. ഇവിടെ നടന്നതും വല്ലതും അവൾ ആ മീഡിയയുടെ മുന്നിൽ വല്ലം വെളിവാക്കിയാൽ അതോടെ തീർന്നു, എല്ലാം തീർന്നു എന്ന് കൂട്ടിയാൽ മതി. ഇത്രയും കാലം സാമുദായിക നേതാവായിട്ട് തലയെടുപ്പോടെ നെഞ്ചം വിരിച്ച് നടന്ന ചാരങ്ങാട്ട് മഹാദേവൻ്റെ പിന്നെ ജനം പട്ടിയെപ്പോലെ കല്ലെടുത്തെറിയും. അറിയോ നിനക്ക്? കാലങ്ങളായിട്ടേ ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ രാഷ്ട്രീയ ഇമേജ് അതോടെ തകരും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനുമാണ് നമ്മുടെ ആദർശ് കയറി വരുന്നത്. അപ്പോഴത്തേനും രാധ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. ദേ ആരാ വന്നിരിക്കുന്നത് എന്ന് നോക്കുക എന്നാണ്. അപ്പോൾ ആദർശ് വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞെട്ടിത്തരിച്ചു പോയി എന്ന് പറയാം. വേഗം വിറച്ച് നിൽക്കുകയാണ് നമ്മുടെ മഹാദേവനും ശേഖരനും. ആഹാ, ഇതാരാ? എനിക്ക് ബാങ്കിൻ്റെ ഒരു കാര്യത്തിന് എറണാകുളം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. എറണാകുളത്തുനിന്ന് 1 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. എന്നാൽ പിന്നെ ഗൗരിയെ കൂടി ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അല്ല മോനെ, നീ 2 ദിവസം മുൻപല്ലേ നീ പെങ്ങളെ വന്ന് കണ്ടിട്ട് പോയത് എന്ന് ചോദിച്ചു രാധ. അതെ, അത് ശരിയാണല്ലോ.
മോൻ്റെ പെങ്ങളെ ഞങ്ങളിവിടെ ജയിലിട്ടേക്കൊന്നും അല്ല കേട്ടോ എന്നിങ്ങനെ പറയട്ടെ രാധയും ശേഖരനോട് ഇങ്ങനെ ചിരിക്കാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചെക്ക് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ആ മോൻ്റെ പെങ്ങളെ സന്തോഷമായിട്ട് തന്നെയാണ് ഇവിടെ കഴിയുന്നത്, ഒരു കുഴപ്പമില്ല കേട്ടോ. മരുമോനെ ഇതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു മഹാദേവൻ. അതെ ഇവളുണ്ടല്ലോ, ഇവളിങ്ങനെ ചില തമാശകളൊക്കെ ഉണ്ട് ഇവളുടെ ജീവിതത്തിൽ. സ്നേഹമുള്ളവരുടെ അടുത്തല്ലേ ഇങ്ങനത്തെ തമാശകളൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ ഇവളുടെ കോമഡിക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ ആദർശേ. സംഭവം കോമഡിയാണെന്ന് ആൾക്കാർക്ക് ഒരു പിടുത്തം കിട്ടില്ല. സത്യം പറയട്ടെ, ഇവളുടെ കോമഡി കേട്ടിട്ടേ ആരാ ചിരിക്കണമെന്ന് മോനറിയോ? വേറെ ആരും ചിരിക്കില്ല, ഇവള് മാത്രമേ ചിരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാം സന്തോഷത്തിൽ നിൽക്കുക. പിന്നെ പറ എന്തുട്ടാ വിശേഷങ്ങളൊക്കെ? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ വേണിമോള് ഹാപ്പി അല്ലേ? അതെ, വേണി ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വേണിമോളെയും കൂടെ കൂട്ടായിരുന്നില്ലേ മോനെ? ഇങ്ങോട്ടുള്ള യാത്ര നേരത്തെ തീരുമാനിച്ചതൊന്നും അല്ല അച്ഛാ എന്ന് പറഞ്ഞു. അതാ വേണിയും കൂടെ കൂട്ടാതിരുന്നത്. അപ്പം ശേഖരനൊരു ഡൗട്ട്, അല്ല അവരെവിടെ, ഗൗരി എവിടെ എന്ന് ചോദിച്ചു. അപ്പം മഹാദേവൻ അല്ല ഗൗരിമോൾ എവിടെ പോയി തരാതെ എന്ന് ചോദിച്ചു. ശങ്കർ ഗൗരിയെ കൊണ്ട് പുറത്തെവിടെയോ ചുറ്റാൻ പോയിരിക്കുക. ശരിയാ അവൻ്റെ കാര്യമല്ലേ, എപ്പോഴാ തിരിച്ചു വരിക എന്ന് ആർക്കറിയാം. അപ്പം ഇവരിങ്ങനെ നിൽക്കുക. പിള്ളേരല്ലേ, അവർ സന്തോഷിക്കട്ടെ. അതല്ലേ എൻ്റെ സന്തോഷം. അവർ വല്ല സിനിമയ്ക്കോ ബീച്ചിലോ ഒക്കെ പോയിട്ടുണ്ടാവുന്നേ, അതുകൊണ്ടായിരിക്കും വരാൻ വൈകുന്നത്. തിരിച്ചു വരുമ്പോൾ പാതിരാത്രി ആവുമായിരിക്കും അല്ലേ? അയ്യോ മോനപ്പോൾ നിന്ന് തിരിച്ചു പോണ്ടേ? പിന്നെ പോവാണ്ട് നീ എന്ത് വർത്തമാനമായി പറയണത്? വേണിമോളും പ്രൊഫസറും ഒക്കെ കാത്തിരിക്കില്ലേ? ഇത്രയും ദൂരം വന്നിട്ട് ഗൗരി ഒന്ന് കാണാതെ പോവാന്ന് വെച്ചാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ രാധേ? സമയത്ത് കുടുംബത്തെത്തണ്ടേ? നീയേ വലിയ വിശേഷങ്ങളൊന്നും പറയാണ്ട് പോയിട്ട് ഒരു ചായ എടുത്തേ. ശാകര നീയൊന്ന് മരുമോനെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കണം കേട്ടോ. നോക്കി നിൽക്കാതെ പോയി ചായ എടുക്കരാതെ എന്ന് പറഞ്ഞു. ഇപ്പം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് രാധ അടുക്കളയിലേക്ക് പോയി. അച്ഛാ ഒരു മിനിറ്റ്, അച്ഛൻ ഒന്ന് വന്നേ, ഇലക്ഷൻ്റെ കാര്യമായിരിക്കുമല്ലേ? അതെ ഇപ്പോൾ വരാട്ടോ മരുമോനെ, ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് മഹാദേവനെയും കൂട്ടിക്കൊണ്ട് ശേഖരൻ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ആദർശ് ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ വന്നത്. ആദർശ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും അപ്പുറത്തേക്കും പോയി. എന്തുട്ടാടാ ഇത്ര അത്യാവശ്യം? അച്ഛാ ഇവൻ്റെ ഈ വരവിൽ എന്തോ എനിക്കൊരു ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഡൗട്ട്? വേണിമോളെ കൂട്ടാണ്ടിരുന്നത് എന്താ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി അച്ഛൻ ശ്രദ്ധിച്ചോ? നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് പെട്ടെന്നാ തീരുമാനിച്ചതെന്ന്. എന്തിട്ടാ അതിൻ്റെ അർത്ഥം? ഇവൻ എന്തോ ഒരു സംശയം തോന്നിയിട്ട് തന്നെയാ ഇവൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് നമുക്ക് പണിയാട്ടോ. അച്ഛാ ഇനി ഇവൻ നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, മനസ്സിലാകുന്നുണ്ടോ അച്ഛന്? അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ആദർശിൻ്റെ ഫോണിലേക്ക് ബെല്ല് വരുവാണ്. അപ്പോൾ വേണിയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ആദർശ് ഹാപ്പി ആയിട്ട് ഫോൺ എടുത്തു. വേണി, ആദർശേട്ടാ നിങ്ങളെവിടെയാ? നിങ്ങൾ നമ്മുടെ ഏട്ടരോടും ഗൗരിയോടും സംസാരിച്ചോ? ഇല്ല വേണി, അവരോട് സംസാരിക്കാൻ പറ്റിയില്ല. അതെന്താ പറ്റാത്തത്? എന്താ പറ്റിയത്? നമ്മുടെ വീട്ടിൽ എല്ലാവരോടും ഉള്ളതുകൊണ്ടാണോ? എൻ്റെ പൊന്ന് ആദർശേട്ടൻ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ഗൗരിയെ ജസ്റ്റ് മാറ്റൊന്ന് നിർത്തി സംസാരിക്കാൻ പാടില്ലായിരുന്നോ? ആദർശേട്ടൻ സ്വന്തം പെങ്ങളോട് വിശേഷങ്ങൾ ചോദിക്കുന്നതിലേ അവർക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ആദർശ് ചിരിച്ചു. എന്താ മനുഷ്യ, നിങ്ങൾ എന്തിനാ മനുഷ്യ ഈ ചിരിക്കണത്? നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? എൻ്റെ വേണി, ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോഴേ നിൻ്റെ അല്ലെങ്കിൽ വേണ്ട ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതെന്താ ഒന്നുമില്ലാത്തത്? പറയേ, ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ റൂട്ട് മാറ്റുന്നത് ശരിയല്ല കേട്ടോ ആദർശേട്ടാ. പറഞ്ഞേ എന്താ കാര്യമൊന്ന് പറഞ്ഞേ. നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറി ചെന്നപ്പം എന്താ ഉണ്ടായത്? അത് പറഞ്ഞേ പറ്റൂ കേട്ടോ. ശരി, എന്നെ കണ്ടുടനെ നിൻ്റെ അമ്മ പറയാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഗൗരിയെ അവർ ജയിലിലൊന്നും ഇട്ട് പൂട്ടിരിക്കുകയല്ല എന്ന്. എന്നിട്ട് ആദർശേട്ടൻ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. എൻ്റെ പൊന്നാദർശേട്ടാ, നിങ്ങൾ എന്തിട്ട് മനുഷ്യനാ, എന്തോന്നും പറയാത്തത്? തിരിച്ച് നല്ല കട്ടയ്ക്ക് മാസ് ഡയലോഗ് വേണ്ട അടിക്കാൻ. നിങ്ങളെ ഗൗരിയുടെ ചേട്ടനാ, അത് മനസ്സിലാക്കണം. ഒരു ചേട്ടനെ അനിയത്തിയുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവളെ കെട്ടിച്ചു വിട്ട വീട്ടിലേക്ക് വരാം. അതിൽ ടിക്കറ്റ് എടുക്കുകയും ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയൊന്നും വേണ്ടാലോ. അതൊന്നും തടയാനും ചോദിക്കാനും ഒന്നും ആരും മെനക്കെടണ്ട എന്ന്
അങ്ങ് വെച്ച് കാച്ചായിരുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ എന്താ മനുഷ്യ? നിങ്ങൾ ശരിക്കും ബോക്സിംഗ് ചാമ്പ്യൻ ആണോ ചുള്ള? പറയ. അല്ല, ഗൗരിയുടെ മുന്നിൽ വെച്ചാണോ അമ്മ ഈ ഈച്ച് ഡയലോഗ് അടിച്ചത്? അതിന് ശങ്കറും ഗൗരി ഇവിടെ വേണ്ടേ? അവരിവിടെ ഇല്ല. അവരവിടെ ഇല്ലേ? പിന്നെ എവിടെ പോയി? അവരവിടെ ഇല്ലാതെ പിന്നെ അവിടെ എങ്ങോട്ടാ പോയത്? എവിടേക്കാണെന്നൊന്നും ഇവിടെ ആർക്കും ഒന്നും കൃത്യമായിട്ടൊന്നും അറിയില്ല വേണി. അതാ ഞാൻ പറഞ്ഞത്. പുറത്തു പോയതാണ്, എത്താൻ വൈകും എന്നൊക്കെയാണ് നിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. എനിക്കൊന്നും അറിയില്ല കേട്ടോ. പിന്നെ 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 എന്തുട്ടാ? നിങ്ങളൊന്ന് പറഞ്ഞേ മനുഷ്യ, എൻ്റെ പൊന്നു മനുഷ്യ, ഒന്ന് തുറന്ന് പറയേ, എന്താ കാര്യം? നമ്മുടെ വേണിക്ക് ആകെ വെപ്രാളായി കേട്ടോ. എന്തോ ഒരു അപകടം പതിയിരിപ്പുണ്ട് എന്ന് വേണിക്ക് തോന്നി. വേണി വേഗം തന്നെ ആദർശനോട് ചോദിക്കുകയാണ്, പറയേ എന്ന്. അത് പിന്നെ ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ ഇവിടെ പെരുമാറ്റത്തിൽ, ഇവിടെ എല്ലാവരുടെയും പെരുമാറ്റത്തിൽ എന്തോ ഒരു എന്ന് പറഞ്ഞു. വേണി, എന്നെ എങ്ങനെയാണ് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? എന്തോ ഒരു സംശയം പോലെ തോന്നിയെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? സത്യം പറ, നിങ്ങൾക്ക് വല്ല ഡൗട്ടും അടിച്ചോ? ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വേണി വേഗം തന്നെ, ആദർശേട്ടാ ദേ ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത് കേട്ടോ, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞു. ദേ അവിടെ നിന്ന് ആരെങ്കിലും കുടിക്കാൻ തന്നാൽ കുടിക്കരുത് കേട്ടോ, മനസ്സിലാകുന്നുണ്ടോ? അവിടെ ആരോടും യാത്ര പറയാൻ പോലും പോകണ്ട, വേഗം അവിടെ നിന്ന് പോകാൻ നോക്ക്. അല്ലെങ്കിൽ ഇതേ വേണി, നീ എന്താ ഇങ്ങനെ പറയണത്? ആദർശേട്ടാ ഇപ്പം ഞാൻ പറയണത് അനുസരിക്കുക, എത്രയും വേഗം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ആദർശേട്ടാ ഞാൻ നിങ്ങളോട് കെഞ്ചി പറയാട്ടോ, പെട്ടെന്ന് അവിടെ നിന്ന് പോവാൻ നോക്ക്, പ്ലീസ് പെട്ടെന്ന് പോ എന്ന് പറഞ്ഞു. വേഗം തന്നെ ഫോൺ കട്ടാക്കി. ആദർശ വേണി പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി ആദർശ ആരോടും ഒന്നും പറഞ്ഞില്ല, വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങാണ്. എൻ്റെ വടക്കുന്നാഥാ, അപ്പോഴാണ് വേണിക്കൊരു ചങ്ങനൊരു സമാധാനമായത് കേട്ടോ, ഒരാശ്വാസമായത്. അപ്പം വേണ്ട രാധ ചായയായിട്ട് വന്നപ്പം ആദർശ് ഇവിടെ കാണുന്നില്ലല്ലോ. ഒരു വാക്ക് പോലും പറയാതെ അവൻ ഇവിടെ എങ്ങോട്ടാ പോയത്? എന്താ അവന് പറ്റിയത്? അപ്പം രാധയ്ക്കും ഒരു ഡൗട്ട് അടിച്ചു കേട്ടോ, ഇവൻ എന്തിനാ വന്നത് എന്ന്. അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് നമ്മുടെ ഗൗരിനെയും അജിത്തിനെയും ജോജുവിനെയാണ്. അപ്പം 3 പേരും കറങ്ങി ചുറ്റി ഇതേണ്ട എല്ലായിടത്തുനിന്നും രക്ഷപ്പെട്ട് വീണ്ടും ഒരു കാട്ടിലെത്തിയിരിക്കുകയാണ്. ശേഖരേട്ടൻ്റെ ടീംസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ജസ്റ്റ് മിസ്സാട്ടോ. അതെ എടാ അജിത്തെ, രക്ഷപ്പെട്ടു എന്നൊന്നും വിചാരിക്കണ്ട. ഏട്ടത്തിയമ്മയെ അന്വേഷിച്ച് അവർ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക. ഇനി എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ശങ്കർഭായിയെ കണ്ടെത്താൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഏട്ടത്തിയമ്മയും സേഫ് ആയേനെ. അപ്പം ഗൗരി ഇങ്ങനെ പുറത്തേക്ക് നോക്കുകയാണ് വെപ്രാളം പിടിച്ച്. എന്താ ഏട്ടത്തിയമ്മ എന്താ ഈ നോക്കുന്നത് എന്ന് ചോദിച്ചു. ശരിയാ ഏട്ടത്തിയമ്മ എന്താ നോക്കുന്നത് എന്ന് ജോജുവും ചോദിച്ചു. നിങ്ങൾ ഈ സ്ഥലം ശ്രദ്ധിച്ചോ? എന്താ എന്താ ഏട്ടത്തിയമ്മ എന്താ പറയണത്? നമ്മൾ ഇതേ സ്ഥലത്ത് രാവിലെ വന്നതല്ലേ? ശരിയാട്ടോ, നമ്മൾ വന്നതാ. ഷെടാ ഇതെന്തൊരു കഷ്ടാന്ന് പറ. വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് അവിടെ തന്നെ നമ്മൾ എത്തി. അതെ ജോജു, ഞാനൊരു കാര്യം പറയട്ടെ, ഇതേ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ തിരികെ എത്തിയത് യാദൃശികമായിട്ടല്ലെങ്കിലോ? എന്തു പറയുന്നു ഏട്ടത്തിയമ്മ? എന്താ ഉദ്ദേശിച്ചത്? ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ എത്ര എടുത്ത് ശങ്കറിനെ അന്വേഷിച്ചു, പക്ഷേങ്കിൽ എന്നിട്ട് നമുക്ക് ശങ്കറിനെ കണ്ടെത്താൻ കഴിഞ്ഞോ? വഴി തെറ്റിയാണെങ്കിലും നമ്മൾ വീണ്ടും ഇവിടേക്ക് തന്നെ വന്നത് യാദൃശികമല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ടാണ് ഞാനീ പറയണത്. അപ്പോൾ ഇവർക്കൊരു ഡൗട്ട് കേട്ടോ, ശങ്കറിനെയും എന്നെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ശങ്കറിൻ്റെ വടക്കുനാഥനാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് ആ വടക്കുനാഥൻ തന്നെയാണ് നമ്മളെ ഇവിടെ എത്തിച്ചതെങ്കിലോ, എന്നെ ശങ്കറിനെ കണ്ടെത്താനുള്ള വഴി എനിക്ക് കാണിച്ചു തന്നതാണെങ്കിലോ പറയാൻ പറ്റില്ല. അപ്പോൾ വേഗം തന്നെ ഗൗരി അതിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആകെ സംശയമായിട്ടോ. അപ്പോൾ അവരിങ്ങനെ കയറി ചെല്ലുകയാണ്. കയറി ആ മറ്റേ ഭ്രാന്തൻ അവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞ് കുട്ടികൾ കല്ലെറിയുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ആ പടിയിൽ കൂടിയാണ് ഇങ്ങനെ കയറി ചെല്ലുമ്പം നമ്മുടെ ഈ രുദ്രാക്ഷം ഉണ്ടല്ലോ, മാല, ആ രുദ്രാക്ഷത്തിൻ്റെ മാഴ പൊട്ടി ചെന്നിച്ചിതറി ഇതേണ്ട അവിടെ കിടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഗൗരിയുടെ മനസ്സിൽ ആകെ പെട്ടെന്ന് ഓടി വന്നത് ശങ്കറിനെയാണ്. വേഗം തന്നെ ഗൗരി ആ മാല കയ്യിലെടുത്തു കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു മാല ശങ്കറിൻ്റെ കഴുത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ശങ്കറിൻ്റെതായിരിക്കുമോ? അപ്പോൾ ഗൗരി വേഗം ആലോചിച്ചെടുക്കുകയാണ്. എടാ ഭ്രാന്ത, എണീറ്റ് പോടാ എന്ന് പറഞ്ഞ് കുട്ടികളെ കല്ലെറിയുന്നത്. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോഴത്തേനും ഏതോ ഭ്രാന്തൻ കുടിച്ച് മറിഞ്ഞ് അവിടെ കിടപ്പുണ്ട്, ഒരു ബോധമില്ല എന്ന് വഴിയെ പോയി അയാളും സംസാരിച്ചിരുന്നു. എൻ്റെ ഈശ്വര, അത് ശങ്കറായിരുന്നോ? അപ്പോൾ ഗൗരിയുടെ മനസ്സിലേക്ക് വേഗം ഓടിയെത്തി. ആദ്യം അവിടെ എത്തിയിരുന്നെങ്കിൽ ശങ്കറിനെ കാണായിരുന്നു അന്ന്. അപ്പോൾ വെപ്രാളം പിടിച്ച് ഓടുകയാണ് ചെയ്തത്.
പക്ഷേങ്കിൽ ശങ്കറായിരുന്നു എന്ന് ഗൗരിക്ക് ഉറപ്പായിട്ടോ. അപ്പോൾ ഗൗരി ഇതിങ്ങനെ അജിത്തിനെയും ജോജുവിനെ കാണിച്ചിട്ട്, നിങ്ങൾ നോക്കിയേ, ഈ മാല നിങ്ങൾക്ക് പരിചയമുണ്ടോയെന്ന്. അപ്പം അജിത്ത് പറയാ, ഇത് ശങ്കർബായുടെ മാലയാണല്ലോ, ഉറപ്പാ ഏട്ടത്തിയമ്മേ, ഇത് ഞങ്ങൾക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ശങ്കർബായുടെ മാല തന്നെയാ, ഞങ്ങൾ ഒരുമിച്ച് പോയാ ഇത് വാങ്ങിയത്. എല്ലാ അജിത്തെ? ആ അതേന്നേ, ശരിക്കും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഈ പരിസരത്ത് എവിടെയോ തന്നെ ശങ്കറുണ്ട്. വടക്കുനാഥൻ എനിക്ക് തന്ന സൂചനയാണ്, എനിക്ക് കാണിച്ചു തന്നതാ എൻ്റെ ശങ്കറിനെ എന്ന് പറഞ്ഞ് അതും ചേർത്ത് പിടിച്ച് ഇവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ശങ്കറിനെ. അപ്പം ഇങ്ങനെ കാട്ടിലൂടെയൊക്കെ കയറി മറിഞ്ഞിങ്ങനെ ചെല്ലുമ്പോൾ ശങ്കർ ഒരു മലയുടെ അറ്റത്ത് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടപ്പോഴത്തേനും ശങ്കർ എന്ന് വിളിച്ചു ഗൗരി. പക്ഷേ എങ്കിൽ ശങ്കർ നിൽക്കാൻ കൂട്ടാക്കിയില്ല. ശങ്കർ വേഗം തന്നെ അവിടുന്ന് സ്കൂട്ടാകുകയാണ്. അപ്പം ഇവർ 3 പേരും ആ പുറകിന് ഓടുകയാണ് കേട്ടോ. ഓടി ഓടി കാട്ടിലൂടെ ചെല്ലുമ്പോഴത്തേനും വേഗം തന്നെ ഗൗരിയുടെ കാലിൽ പാമ്പ് കൊത്തി. അപ്പം ഇത് കണ്ടിട്ട് ഇവരാകെ വെപ്രാളം പിടിച്ചു. അപ്പോഴത്തേനും വേഗം നമ്മുടെ ജോജു വിളിച്ച് പറയാണ്, ശങ്കർ ഭായ് ഏട്ടത്തി അമ്മയെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു. വേഗം ശങ്കർ അവിടെ സ്റ്റക്കായിട്ട് അങ്ങ് നിന്നു. ഗൗരിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ശങ്കറിന് സഹിക്കാൻ പറ്റില്ല. ശങ്കർ വേഗം തന്നെ തിരിച്ചങ്ങോട്ടേക്ക് വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് എന്ന് പറഞ്ഞിങ്ങനെ കൈ കാണിച്ചു. അപ്പം ജോജു ഒരു ടവലെടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേഗം തന്നെ അത് കാലിൽ കെട്ടിയിട്ട് ആ ഭാഗത്തെ ബ്ലഡ് കടിച്ച് വലിച്ച് തുപ്പിക്കളയാണ്. ശങ്കർ, എനിക്ക് കുഴപ്പമില്ല, മതി ശങ്കർ, എനിക്ക് കുഴപ്പമില്ല ശങ്കർ എന്ന് പറഞ്ഞു. നിർത്ത് ശങ്കർ, നിർത്ത് എടുത്ത് പറയുക, ഏട്ടത്തമ്മേ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാട്ടോ. അതെ, എനിക്ക് കുഴപ്പമില്ല അജിത്തെ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എങ്കിലും അതല്ല ഏട്ടത്തിയമ്മേ, പാമ്പ് കടിച്ചതല്ലേ, ഹോസ്പിറ്റലിൽ പോകാതിരിക്കുന്നത് ശരിയല്ല, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല ജോജു, വിഷമിക്കൊന്നും വേണ്ട, ഇതത്ര വിഷമുള്ള പാമ്പൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ എൻ്റെ കാര്യം വിട്ടേക്ക്. ദേ ശങ്കറിൻ്റെ കോലം കണ്ടോ, ഇതെന്ത് കോലാ ശങ്കർ, എന്താ ഇത് ശങ്കർ, എൻ്റെ ശങ്കർ ഭായ് ആണോ ഇത് എന്ന് ചോദിച്ചു. ശങ്കറിനെ ഈ കോലത്തിൽ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല ശങ്കർ. എന്താ ശങ്കർ ഇങ്ങനെ, എന്നോട് ഒരു വാക്ക് പോലും പറയാതെ എങ്ങോട്ടാ പോയത്, പറയ, എന്നെ ഇട്ടിട്ട് എന്തിനാ പോയത്? 7 ജന്മം കഴിഞ്ഞാലും ഞാൻ ശങ്കറിനെ കൂട്ടായിട്ട് ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞത് എന്നെ വെറുതെ പറ്റിക്കാനായിട്ടായിരുന്നോ പറഞ്ഞത്? എന്നിട്ട് എന്താ ശങ്കർ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. ഒരു ശങ്കർ ആകെ തളർന്നു വല്ലാത്ത അവസ്ഥയിലാട്ടോ. അപ്പം ഇങ്ങനെ ചേർത്ത് പിടിക്കുക, എന്നെ വിട്ടിട്ട് പോലെ ശങ്കർ എന്നെ വിട്ട് പോയാൽ പിന്നെ എനിക്കാരാ ഉള്ളത്, എനിക്കാരാ ശങ്കർ ഉള്ളത്, എന്നെ വിട്ട് എങ്ങോട്ട് പോവരുത് ശങ്കർ. അപ്പം അജിത്ത് ചോദിക്കുക, ശങ്കർ ഭായ് ഇത്രയധികം സ്നേഹിക്കുന്ന പാവ ഏട്ടത്തിയമ്മയെ എന്തിനാ ശങ്കർ ഭായ് ഇട്ടേച്ച് പോയത്, ശങ്കർ ഭായിക്ക് വടക്കുനാഥൻ തന്ന ഗിഫ്റ്റായിട്ടല്ലേ ശങ്കർ ഭായ് കണ്ടത്, ആ ഏട്ടത്തി അമ്മയാണോ ശങ്കർ ഭായ് വേണ്ടാന്ന് വെച്ച് പോയത്, പറ ശങ്കർ ഭായ്. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടാതിരിക്കുക. ശങ്കർ വാ, എൻ്റെ കൂടെ വാ ശങ്കർ, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം, വാ ശങ്കർ നമുക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞു. എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്, ശങ്കർ ഇല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല ശങ്കർ, ശങ്കറിൻ്റെ കാല് ഞാൻ പിടിക്കാം, എനിക്കൊപ്പം ശങ്കർ വീട്ടിലേക്ക് വന്നേ പറ്റൂ, ശങ്കർ ഒപ്പം വന്നില്ലെങ്കിൽ എത്ര രാത്രിയായാലും ഞാനും ശങ്കറിനൊപ്പം ഇവിടെ തന്നെ ഇരിക്കും, ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞ് ഗൗരി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗരിയുടെ അവസ്ഥ ഓർത്ത് ശങ്കറിന് വിഷമമുണ്ട്, പക്ഷേ അതിൽ ഒന്നും പ്രതികരിക്കുന്നില്ല. അസല് ഭ്രാന്തൻ്റെ ലുക്കിലായിപ്പോയി കേട്ടോ ശങ്കർ. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ശങ്കറിൻ്റെ ഇരിപ്പ്. അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കുകയാണ്, ഇതെന്താ ശങ്കർ ഇങ്ങനെ ആയിപ്പോയത് എന്ന്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.